അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണത്തിലെ യാത്രാ ദുരിതത്തിൽ NHAI പ്രോജക്ട് ഡയറക്ടറെ ഹൈക്കോടതി കക്ഷി ചേർത്തു. അതേസമയം അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ വിശദീകരണം നൽകാൻ ദേശീയപാത അതോറിറ്റി സമയം തേടിയിട്ടുണ്ട്. ബിനിൽ വിവരങ്ങളുമായുണ്ട്. ബിനിൽ, വലിയ വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളും കോടതിയിൽ നിന്നുണ്ടായത്. ഇപ്പോൾ അവിടുത്തെ അറ്റകുറ്റപ്പണികൾ നടക്കാൻ പോകുന്നു. എന്താണ് കോടതി കക്ഷി ചേർത്തുകൊണ്ട് ഇക്കാര്യങ്ങളിൽ നിരീക്ഷണം നടത്തിയത്? കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്ന് അരൂർ തുറവൂർ ഉയരപ്പാതയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ കേസിൽ ഹൈക്കോടതി എടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നടപടി എന്നത് ഈ റോഡിൻ്റെ നിർമ്മാണ മേൽനോട്ട ചുമതലയുള്ള കൊച്ചിയിലെ പ്രൊജക്ട് ഡയറക്ടർ, NHAIയുടെ പ്രൊജക്ട് ഡയറക്ടർ നമ്പർ 2 ആ വ്യക്തിയെ ഈ കേസിൽ കക്ഷി ചേർത്തിരിക്കുന്നു എന്നതാണ്. കാരണം ഇതിൽ പ്രധാനപ്പെട്ട നടപടികൾ വേണ്ടത് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യത്തിലേക്ക് കോടതി കടന്നിരിക്കുന്നത്. ഇന്നുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് കോടതിയിൽ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് വന്നു എന്നതാണ്. കോടതി ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനാണ് അമിക്കസ് ക്യൂറിയെ ആ ഭാഗത്തേക്ക് വിട്ടത്. അഡ്വക്കേറ്റ് വിനോദ് ഭട്ടാണ് ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും 3 നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. ഒന്ന്, ഇരുവശത്തും 3.5 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കുക. അതായത് നിലവിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കുക 3.5 മീറ്റർ വീതിയിൽ. രണ്ടാമത്തെ നിർദ്ദേശമായിട്ടുള്ളത് ആളുകൾക്ക് നടന്നു പോകുന്നതിന്, സ്കൂൾ കുട്ടികളടക്കമുള്ള കാൽനടക്കാർക്ക് പോകുന്നതിന് 1.5 മീറ്റർ വീതിയിൽ പ്രത്യേക സംവിധാനം ഒരുക്കുക എന്നതാണ്. അത് അരൂർ മുതൽ തുറവൂർ വരെ റോഡിന് ഇരുവശവും അത്തരത്തിലുള്ള സംവിധാനം ഒരുക്കണം. മറ്റൊന്ന്, ഇപ്പോൾ മഴക്കാലത്ത് ഏതു സമയവും അവിടെ വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടാകുന്നത്. റോഡിൽ ഉള്ള വെള്ളം ഒഴുകിപ്പോകുന്നില്ല. മറ്റൊന്ന്, നിർമ്മാണ അവശിഷ്ടങ്ങൾ ചെളിയായി, പൈലിംഗ് ചെളികൾ ഒഴുകി വരുന്നു. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രത്യേക പമ്പിംഗ് സംവിധാനം ഉപയോഗിച്ച റോഡിലെ വെള്ളക്കെട്ട് അടിയന്തരമായി നീക്കുക. ഈ 3 നിർദ്ദേശങ്ങളാണ് അമിക്കസ് ക്യൂറി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് കൂടി അറിയിക്കാൻ സമയം വേണമെന്ന് ഇന്ന് ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെടുകയായിരുന്നു. അതേ തുടർന്നാണ് കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. പക്ഷേ ഹൈക്കോടതി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി.